തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളുടെ നാമനിർദ്ദേശ പത്രിക സമർപ്പണം ആരംഭിച്ചതോടെ സംസ്ഥാനം വീണ്ടും ഒരു തിരഞ്ഞെടുപ്പിന്റെ ചൂടിലേക്ക് മാറി. സീറ്റ് വിഭജനം സംബന്ധിച്ച മുന്നണികൾക്കിടയിലെ തർക്കങ്ങൾ പൂർണ്ണമായും അവസാനിച്ചിട്ടില്ലെങ്കിലും അന്തിമഘട്ടത്തോടടുക്കുകയാണ്. രാഷ്ട്രീയത്തിന്റെ വീറും വാശിയും ഒക്കെ ഉണ്ടാകുമെങ്കിലും പൊതുവെ സ്ഥാനാർത്ഥികളുടെ വ്യക്തിത്വവും ബന്ധങ്ങളുമൊക്കെ നിർണായക സ്വാധീനം ചെലുത്തുന്ന തെരഞ്ഞെടുപ്പ് കൂടിയാണിത്. ജനങ്ങൾക്കൊപ്പം തോളോട് തോൾ ചേർന്ന് പ്രവർത്തിക്കേണ്ടവരാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്ന ജനപ്രതിനിധികൾ. തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ രാഷ്ട്രീയ കക്ഷി വ്യത്യാസം മറന്ന് ഒന്നായി നിന്ന് പ്രവർത്തിക്കേണ്ടവർ. ആ നിലയ്ക്ക് തികഞ്ഞ സംയമനത്തോടെ വേണം തിരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ. യാതൊരു കാരണവശാലും വിദ്വേഷ പ്രചാരണങ്ങൾ ഉണ്ടാകാനിടവരരുത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിൽ പാലിക്കേണ്ട മാതൃകാ പെരുമാറ്റ സംഹിത സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തിറക്കിയിട്ടുണ്ട്. വിവിധ ജാതികളും സമുദായങ്ങളും തമ്മിൽ മതപരമോ ജാതിപരമോ ആയ ഭിന്നതകൾക്ക് ആക്കം കൂട്ടുന്നതോ പരസ്പര വിദ്വേഷം ജനിപ്പിക്കുന്നതോ ആയ പ്രവർത്തനങ്ങൾ രാഷ്ട്രീയ കക്ഷികളോ സ്ഥാനാർത്ഥികളോ ഏർപ്പെടാൻ പാടില്ല എന്നതിൽ അടിവരയിട്ട് പറയുന്നു. വ്യക്തിയുടെ സ്വകാര്യതയിലേക്ക് കടന്നു കയറരുതെന്നും വീടുകൾക്ക് മുന്നിൽ പോയി പ്രതിഷേധിക്കരുതെന്നും പറയുന്നുണ്ട്. വീടിന്റെ ചുമരിൽ സ്ഥാനാർത്ഥിയുടെ പ്രചാരണ വിവരങ്ങൾ എഴുതും മുമ്പ് വീട്ടുടമയുടെ അനുവാദം വാങ്ങണമെന്നും. തെരഞ്ഞെടുപ്പിന് മുൻപ് ഓരോ സ്ഥാനാർത്ഥിയും വീരവാഗ്ദാനങ്ങളും അവകാശവാദങ്ങളും ഒക്കെ നിരത്താറുണ്ട്. എന്നാൽ ജനങ്ങൾ നോക്കുന്നത് തങ്ങളുടെ പ്രദേശത്തെ വികസന പ്രവർത്തനങ്ങളിലും ദൈനംദിന ആവശ്യങ്ങളിലും എത്രമാത്രം ഇടപെടാൻ സ്ഥാനാർത്ഥിക്ക് കഴിയുമെന്നായിരിക്കും. അത് റോഡിന്റെ കാര്യത്തിലായാലും കുടിവെള്ളത്തിന്റെ കാര്യത്തിലായാലും തങ്ങളെ നേരിട്ട് ബാധിക്കുന്ന വിഷയങ്ങൾക്ക് ജനം മുൻഗണന നൽകും. ഹരിത പ്രോട്ടോകോൾ പാലിക്കുമെന്നതാണ് ഈ തിരഞ്ഞെടുപ്പിന്റെ സവിശേഷത. തിരഞ്ഞെടുപ്പ് നടത്തിപ്പിനും പ്രചാരണത്തിനും ഹരിത പെരുമാറ്റച്ചട്ടം അനുസരിച്ച് പരിസ്ഥിതി സൗഹൃദ വസ്തുക്കളും പുനഃചംക്രമണം ചെയ്യുന്ന വസ്തുക്കളും മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. അതുപോലെ ഉച്ചഭാഷിണി ഉപയോഗത്തിനും നിയന്ത്രണമുണ്ട്. രാത്രി 10 മുതൽ രാവിലെ 6 വരെ ഉച്ചഭാഷിണിയുടെ ഉപയോഗം അനുവദിക്കുകയില്ല. കോവിഡ് കാലത്ത് ഏർപ്പെടുത്തിയതുപോലെ രോഗബാധിതർക്ക് വീട്ടിലിരുന്ന് വോട്ട് ചെയ്യാനുള്ള അവസരം ഇക്കുറി ഉണ്ടാവുകയില്ല. പോളിംഗ് ബൂത്തിലെത്തി തന്നെ സമ്മതിദാന അവകാശം നിർവഹിക്കണം. അതേസമയം ബൂത്തിലെത്തുന്നവർക്ക് ഹൈക്കോടതി നിർദ്ദേശിച്ച പ്രകാരം നീണ്ട ക്യൂ നിൽക്കാതെ ഇരിപ്പിട സൗകര്യം ഒരുക്കുന്നുണ്ട്. വോട്ടവകാശം വിനിയോഗിക്കുക എന്നത് ജനാധിപത്യ ബോധമുള്ള പൗരന്റെ കടമയാണ്. നിർഭയമായും നിഷ്പക്ഷമായും വിനിയോഗിക്കാനുള്ള സൗകര്യങ്ങളും സംവിധാനങ്ങളും സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരുക്കിയിട്ടുണ്ട്. സുഗമമായ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും എന്ന പോലെ ജനങ്ങളും സഹകരിക്കണം. നമ്മുടെ നാടിന്റെ വികസന പ്രവർത്തനങ്ങളിലും പുരോഗതിയിലും പങ്കാളിയാകാനുള്ള അവസരം കൂടിയാണിത്. കേരള പ്രണാമം. ചിന്താശകലങ്ങൾ.